അസമിൽ ഇപ്പോൾ രൂക്ഷമായ പ്രളയക്കെടുതിയാണ്. വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും ഇടിമിന്നലിലുമായി മരിച്ചവരുടെ എണ്ണം 109 ആയിട്ടുണ്ട്. 17 ജില്ലകളിലായി 6 ലക്ഷത്തോളം ആളുകൾ പ്രളയദുരിതത്തിലാണ്. ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയ്ക്ക് മുകളിൽ തുടരുന്നു. ചില മേഖലകളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയതായി അസം ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു തലവൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ് കാവ്യ. ദിവസങ്ങളായി ഇപ്പോൾ അസമിൽ ഈ ഒരു ദുരിത പെയ്ത്ത് നിലനിൽക്കുന്നു. മരിച്ചവരുടെ എണ്ണം 100 പിന്നിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു ആശ്വാസകരമായ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കാമോ? കാവ്യ, ആസാമിലടക്കം ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 109 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പല മേഖലകളും വെള്ളത്തിനടിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചൊരു സാഹചര്യം, പ്രത്യേകിച്ച് ആസാമിൽ ബ്രഹ്മപുത്ര ഇപ്പോഴും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ജലനിരപ്പ് കുറയുന്നില്ല. അപകടമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ബ്രഹ്മപുത്ര ഒരു ജലനിരപ്പ് തുടരുന്നത്. ഇതാണ് ആസാമിൽ വലിയൊരു പ്രളയത്തിലേക്കൊക്കെ തന്നെ നയിച്ചത്. എന്തായാലും ആസാമിൽ ഇപ്പോഴും ഒരു വലിയ മഴക്കെടുതി തന്നെയാണ്, ദുരിതം തന്നെയാണ് തുടരുന്നത്. ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലും ഈ ഒരു ആസാമിലെ സമാനമായിട്ടുള്ളൊരു പ്രളയ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു മുന്നറിയിപ്പുകൾ കൂടി നൽകിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മഴ ഇനിയും തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഏകദേശം 9 പേരാണ് ഈ ഒരു മഴയിൽ, ഈ ഒരു കാലാവസ്ഥയിൽ ഇടിമിന്നലടക്കം മരിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമാണ് ഉത്തരേന്ത്യയിൽ ഈ ഒരു പ്രളയത്തിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ ആസാം, ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും ഇന്നും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും, ഇടപെട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കാവ്യ. ശരി വിഷ്ണു.